ഇന്റർനെറ്റ് യുഗത്തിലെ ഏറ്റവും നിഗൂഢമായ പസിലുകളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കുന്ന, ഇന്നും ചുരുളഴിയാത്ത നിരവധി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന, പരമ്പരയായി വന്ന 3 പസിലുകളുടെ ഉടമസ്ഥരായ നിഗൂഢ സംഘടനയാണ് സിക്കാഡ 3301 എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് അവരിലെ നിഗൂഢതകളെന്നും എങ്ങനെയായിരുന്നു അവർ ആ പസിലുകൾ ഒരുക്കിയതെന്നും അവരുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും ഇനിയും അവർ തിരിച്ചു വരുമോ എന്നുമുള്ള നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആർക്കും ഏത് തരം ഫോട്ടോയും ഒരു നിയന്ത്രണവുമില്ലാതെ അപ്ലോഡ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് 4chan. ഇതിൽ ലോഗിൻ ചെയ്യാതെ തന്നെ ഏതൊരു വ്യക്തിക്കും ഏത് തരത്തിലെ ഫോട്ടോയും അതിനൊപ്പം കമന്റുകളും ആ പ്ലാറ്റ്ഫോമിലെ അനുയോജ്യമായ ബോർഡുകളിൽ പോസ്റ്റ് ചെയ്യാം. ആരാണ് ഇത്തരം കമന്റുകൾ ഇട്ടത് അല്ലെങ്കിൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തതെന്ന് പോലും അറിയാൻ കഴിയാത്തത്ര രഹസ്യമായി തുടരുന്ന, എന്നാൽ ഒരു നിശ്ചിത ക്രൈറ്റീരിയ പൂർത്തിയാക്കാത്ത പോസ്റ്റുകളെല്ലാം തന്നെ ഡിലീറ്റ് ആവുന്ന തരത്തിലെ രഹസ്യ സ്വഭാവമുള്ള നിഗൂഢമായ ഒരു ഇമേജ് ബ്രോഡ് സൈറ്റാണിത്. ഈ സൈറ്റിലാണ് 2012 ജനുവരി 4-ന് റാൻഡം ബോർഡ് എന്ന കാറ്റഗറിയിൽ അപ്രതീക്ഷിതമായി 3301 എന്ന പേരിലുള്ള ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടത്. കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത അക്ഷരങ്ങളിൽ ഹലോ വി ആർ ലുക്കിംഗ് ഫോർ ഹൈലി ഇന്റലിജന്റ് ഇൻഡിവിജ്വൽസ് എന്ന് തുടങ്ങുന്ന ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ അതിബുദ്ധിമാന്മാരെ അന്വേഷിക്കുകയാണ്, അതിനായി ഞങ്ങൾ ഒരു ടെസ്റ്റ് നടത്തുന്നു. ഈ ചിത്രത്തിൽ ഒരു രഹസ്യ സന്ദേശമുണ്ട്, അത് കണ്ടുപിടിക്കുക. ഇത് നിങ്ങളെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള പാതയൊരുക്കും. അവയെല്ലാം മറികടന്ന് ഞങ്ങളുടെ അടുത്തെത്തുന്ന ആ ചുരുക്കം ചിലരെ പ്രതീക്ഷിക്കുന്നു. നല്ലത് വരട്ടെ 3301. പ്രാങ്കുകളും സീരിയസ് ആയിട്ടുള്ളതുമായ പലതരത്തിലുള്ള ഫോട്ടോകളും ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലരും ഇതൊരു കളിയായാണ് ആദ്യം ഇതിനെ കണക്കാക്കിയിരുന്നത്. എന്നാൽ ചിലരാകട്ടെ ഇത്തരമൊരു രഹസ്യ സ്വഭാവമുള്ള സൈറ്റിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന ആൾ എന്തായാലും ഒന്നും കാണാതെയല്ല ഇത് ചെയ്യുന്നതെന്ന് ചിന്തിച്ച് ആ ചിത്രത്തിന്റെ ചുരുളടിക്കാൻ തീരുമാനമെടുത്തു. ആദ്യമൊക്കെ അവർ അതിനെ വാക്കുകൾ വെച്ചും സമാനമായ പോസ്റ്റുകളുമായി കമ്പയർ ചെയ്തും ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യ സന്ദേശം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ അങ്ങനെയുള്ള എല്ലാ പരിശ്രമവും വളരെ പെട്ടെന്ന് തന്നെ വിഫലമായി. ഇങ്ങനെ പരിശ്രമങ്ങൾ തുടരെ വളരെ പെട്ടെന്ന് തന്നെ ഈ ചിത്രം ഡിജിറ്റൽ ഇമേജസ്, സ്റ്റെഗനോഗ്രാഫി, ക്രിപ്റ്റോഗ്രാഫി, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് എന്നിങ്ങനെയുള്ള നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിലും എത്തപ്പെട്ടു. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാവണം കണ്ട മാത്രയിൽ തന്നെ ഈ ചിത്രം പുറത്തുനിന്ന് ഡീകോഡ് ചെയ്യാൻ കഴിയില്ല എന്നും അതിനുള്ളിൽ എംബഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദേശമാകാം ഉണ്ടായിരിക്കുക എന്നും അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾക്കുള്ളിലെ ബൈനറി ഫയലുകളെ തിരഞ്ഞു കണ്ടെത്തുവാനായി ടെക്സ്റ്റ് എക്സ്ട്രാക്ടറിനെ പോലുള്ള സോഫ്റ്റ്വെയർ പലതും അവർ ഉപയോഗിച്ചു. ഇതിൽ നിന്നും ചിത്രത്തിൻ്റെതല്ലാത്ത ചില ടെക്സ്റ്റുകൾ അവർക്ക് കണ്ടെത്താനായി. അതിന്റെ ഏറ്റവും അവസാനമായി വായിക്കാൻ കഴിയുന്ന തരത്തിലെ കുറച്ച് ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു. 4ാം റോമൻ ചക്രവർത്തിയായിരുന്ന ടിബിഎസ് ക്ലോഡിയസ് സീസറിന്റെ പേരും വായിക്കാൻ കഴിയാത്ത കുറച്ച് അക്ഷരങ്ങളുമായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പേരിൽ 4 എന്ന അക്കം ഒളിഞ്ഞിരിക്കുന്നതായി അവർ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ 4മായി ബന്ധമുള്ളതാകാം ശേഷമുള്ള വാക്കെന്ന് അല്ലെങ്കിൽ അക്ഷരങ്ങളെന്ന് അവർ ഊഹിച്ചു. ഈ പേരും 4 എന്ന അക്കവുമായി ഒരു ക്രിപ്റ്റോഗ്രാഫറിന് പെട്ടെന്ന് ബന്ധപ്പെടുത്താനാകുന്നത് സീസർ സൈഫർ എന്ന എൻക്രിപ്ഷൻ ടെക്നിക്കിനെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അക്ഷരങ്ങളെ 4മായി മുന്നോട്ടോ പുറകോട്ടോ മാറ്റി എഴുതിയാൽ അത് ഡീകോഡ് ചെയ്യാമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ആ ടെസ്റ്റ് ഡീകോഡ് ചെയ്തപ്പോൾ കൃത്യമായ ഒരു സൈറ്റിലേക്കുള്ള ലിങ്ക് ലഭിക്കുകയും അതിൽ നിന്നും oops just decodes this way എന്ന തലക്കെട്ടോട് കൂടി looks like you can guess how to get the message out എന്നെഴുതിയ ഒരു റബ്ബർ ഡക്കിന്റെ ചിത്രം ലഭിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഔട്ട്ഗസ് എന്ന സ്റ്റെഗനോഗ്രാഫി ടൂൾ യൂസ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായി. ഇതിൽ നിന്നും അവർക്ക് ഡീകോഡ് ചെയ്യാനായത് ഒരു അറിയിപ്പും കുറച്ച് നമ്പറുകളുമായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇതാണ് ബുക്ക് കോഡ്. ബുക്ക് കണ്ടെത്തുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും റെഡിറ്റിലെ ഒരു ലിങ്ക് സന്ദർശിക്കുക. ശേഷം 76 ബുക്ക് സൈഫർ കോഡുകളുമായിരുന്നു അതിനൊപ്പം നൽകിയിരുന്നത്. സ്വാഭാവികമായും ഈ ഒരു ക്ലൂ കിട്ടിയ ഉടൻ തന്നെ അവർ കൊടുത്തിരുന്ന ലിങ്കിലൂടെ റെഡിറ്റിലെത്തിയ അവർ കണ്ടത് അവ്യക്തമായ നിരവധി ടൈറ്റിലുകളോട് കൂടിയ 128ഓളം പോസ്റ്റുകളും മായൻ നമ്പറുകൾ അടങ്ങിയ ഒരു ഹെഡറും 2 ചിത്രങ്ങളുമായിരുന്നു. മുന്നത്തെ അനുഭവം വെച്ച് അവ്യക്തമായ വാക്കുകൾ ഒന്നും തന്നെ അർദ്ധശൂന്യമല്ല എന്ന് അവർ മനസ്സിലാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെ അവയെ ഡീകോഡ് ചെയ്ത് എടുക്കേണ്ടത് പസിലിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് അവർ ഉറപ്പിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ കൂടെയുണ്ടായിരുന്ന 2 ചിത്രങ്ങൾ, ഒന്നിൽ വെൽക്കം എന്ന് എഴുതിയതും മറ്റേതിൽ ഒരു സ്റ്റീരിയോഗ്രാമുമായിരുന്നു. മുൻപുള്ള ചിത്രങ്ങളെ പോലെ തന്നെ ഇവയെയും ഔട്ട്ഗസ് ഉപയോഗിച്ച് തുറന്നപ്പോൾ വെൽക്കം എന്ന് എഴുതിയ ചിത്രത്തിൽ ഇനി മുതൽ നമ്മൾ ക്രിപ്റ്റോഗ്രാഫിക്കലി സൈൻഡ് ഇമേജുകൾ മാത്രമേ പോസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നൊരു മെസ്സേജും അത് ഡീകോഡ് ചെയ്യാനുള്ള കീയുമായിരുന്നു നൽകിയിരുന്നത്. ഈ സമയം കൊണ്ട് തന്നെ 3301 പേരിൽ പ്രചരിക്കുന്ന പലതരത്തിലുള്ള പോസ്റ്റുകളും ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് ഇവർ ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന് നമുക്ക് കരുതാം. രണ്ടാമത്തെ ചിത്രം സ്റ്റീരിയോഗ്രാം ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോഗ്രാം സോൾവർ ഉപയോഗിച്ച് ആ ചിത്രം തുറന്നപ്പോൾ അത് ആർത്തറേറിയൻ ലിറ്ററേച്ചർ സൂചിപ്പിക്കുന്ന പാനപാത്രം അല്ലെങ്കിൽ ഹോളി ഗ്രെയിൽ ആണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇതേ ചിത്രം തന്നെ ഔട്ട്ഗസിൽ ഓപ്പൺ ആക്കിയപ്പോൾ അവിടെ ഒളിഞ്ഞിരുന്നത് മറ്റൊരു മെസ്സേജ് ആയിരുന്നു. കീ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു.
ഇത് ഹോളി ഗ്രെയിനിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമല്ല, ഇതിനെ ഇനി കൂടുതൽ കഠിനമാക്കാതിരിക്കുക എന്നതായിരുന്നു ആ മെസ്സേജ്. അതിനുശേഷമാണ് അവർക്ക് ആ മായ നമ്പറുകൾ ബാക്കിയുള്ള അവ്യക്തമായ മെസ്സേജുകളെ ഡീകോഡ് ചെയ്യാനുള്ള ഉപാധിയാണെന്ന് മനസ്സിലായത്. റെഡിറ്റ് പേജിന്റെ ഹെഡറിലുള്ള മായ നമ്പരും അതിന് തൊട്ട് താഴെയുള്ള ഇംഗ്ലീഷ് ആൽഫാബറ്റുകളും നമ്പറുകളും ചേർന്ന വാക്കിൽ ഈ മായ നമ്പറുകൾ ആൽഫാബറ്റുകൾക്ക് പകരമായി ഡീകോഡ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ബിജനർ സൈഫർ എന്നൊരു എൻക്രിപ്ഷൻ മെത്തേഡായി മാറുമെന്ന് അവർക്ക് മനസ്സിലായി. ഈ എൻക്രിപ്ഷൻ മെത്തേഡ് വെച്ച് അവർക്ക് ലഭിച്ച അക്കങ്ങളെ ഒരു കീയായി കണക്കാക്കി ബാക്കിയുള്ള പോസ്റ്റുകളെ ഡീകോഡ് ചെയ്യാൻ അവർക്കായി. അങ്ങനെ വാക്കുകളെല്ലാം ഡീകോഡ് ചെയ്തപ്പോൾ അവർക്ക് കണ്ടെത്താനായത് തോമസ് വുൾഫിച്ചിന്റെ മിത്തോളജികളിൽ ഒന്നായ ദ മാബിനോജിയൻ എന്ന കഥകളിലെ ദ ലേഡി ഓഫ് ദ ഫൗണ്ടൻ എന്ന ഭാഗമായിരുന്നു. ഇതിലെ ഓരോ വരിയിലുമുള്ള ഓരോ അക്ഷരങ്ങളെ പറ്റിയാണ് മുൻപ് ലഭിച്ച താറാവിന്റെ ചിത്രത്തിൽ നിന്നുമുള്ള ബുക്ക് സൈഫറിൽ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് ആ നോട്ടിനെ അവർ ഡീകോഡ് ചെയ്തപ്പോൾ കാൾ us at the ടെലിഫോൺ നമ്പർ 214-390-9608 എന്നൊരു സന്ദേശം ലഭിച്ചു. തുടർന്ന് ആ സന്ദേശം പറയുന്നത് പോലെ തന്നെ അവർ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തു. എന്നാൽ ഫോൺ കോളിൽ നിന്ന് ലഭിച്ചത് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്ത ഒരു ശബ്ദശകലമായിരുന്നു. വെരി ഗുഡ്, യു ഹാവ് ഡൺ വെൽ എന്ന് തുടങ്ങുന്ന ശബ്ദശകലത്തിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: വളരെ നല്ലത്, നിങ്ങൾ നന്നായി ചെയ്തു. യഥാർത്ഥ JPG ചിത്രവുമായി ബന്ധപ്പെട്ട് 3 പ്രൈം നമ്പറുകൾ കൂടിയുണ്ട്. 3301 അവയിൽ ഒന്നാണ്. നിങ്ങൾ ബാക്കിയുള്ള 2 കൂടി കണ്ടെത്തണം. അടുത്ത ഘട്ടത്തിൽ പോകുന്നതിനായി ഈ നമ്പറുകൾ എല്ലാം കൂട്ടി അതിന്റെ ഉൽപ്പന്നത്തിന്റെ അവസാനത്തിൽ ഒരു .com കൂടി ചേർക്കുക. നല്ലത് വരട്ടെ, വിട. ഇതിനുശേഷം ആദ്യം പോസ്റ്റ് ചെയ്ത ഇൻവിറ്റേഷൻ പോസ്റ്റിലേക്ക് വീണ്ടും ആളുകളുടെ ശ്രദ്ധ തിരിഞ്ഞു. എന്നാൽ ആദ്യത്തെ പോലെ ഫോട്ടോഷോപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഔട്ട്ഗേസിൽ തിരഞ്ഞോ അവർക്ക് ഇതിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ഒരു പ്രൈം നമ്പറും കണ്ടെത്താനായില്ല. എന്നാൽ ചിലരാകട്ടെ യഥാർത്ഥ ചിത്രത്തെ പിക്സൽ ബൈ പിക്സലായി തിരയാൻ തുടങ്ങി. അപ്പോഴാണ് അവർ സൂചിപ്പിച്ചിരുന്ന 2 പ്രൈം നമ്പറുകൾ യഥാർത്ഥ ചിത്രത്തിലെ പിക്സൽ അളവുകളാണെന്ന് കണ്ടെത്തിയത്. ആ ചിത്രത്തിന്റെ ഉയരം പിക്സൽ വൈസ് 509ഉം വീതി 503 പിക്സലുമായിരുന്നു. ഇത് മൂന്നാമത്തെ നമ്പറായ 3301മായി മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം 8451452127 എന്ന 9 അക്ക സംഖ്യയായിരുന്നു ലഭിച്ചത്. അതിന്റെ കൂടെ അവർ പറഞ്ഞ പോലെ .com ചേർത്തപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് കടക്കാൻ കഴിഞ്ഞു. എന്നാൽ അവിടെ അവർക്ക് സിക്കാഡയുടെ ഒരു ചിത്രവും ഒരു കൗണ്ട്ഡൗണുമാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ നിന്നാണ് ആദ്യമായി സിക്കാഡയുടെ ചിത്രം അല്ലെങ്കിൽ പേര് ഈ സംഘടനയ്ക്ക് ലഭിച്ചത്. എന്നാൽ ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾ ഈ ചിത്രത്തെ വീണ്ടും ഔട്ട്ഗേസിൽ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും സന്ദേശമുണ്ടോ എന്ന് തിരഞ്ഞു. അവർ വിചാരിച്ചതുപോലെ തന്നെ അതിൽ 2012 ജനുവരി 9 തിങ്കളാഴ്ച യൂണിവേഴ്സൽ ടൈം വൈകുന്നേരം 5 മണിക്ക് വീണ്ടും സൈറ്റ് സന്ദർശിക്കാൻ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ കൗണ്ട് ഡൗൺ കഴിഞ്ഞതിന് ശേഷം അതേ വെബ്സൈറ്റിൽ തന്നെ അവർ തിരിച്ചെത്തുകയും ആ സിക്കാഡയുടെ ചിത്രത്തിന് താഴെയായി 5 രാജ്യങ്ങളിലായുള്ള 14 കോർഡിനേറ്റുകളും അവർക്ക് കാണാനായി. ഇതിൽ നിന്നും ഇത്രയും നാൾ തങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ സ്വാധീനമുള്ള ഒരു സംഘടനയുടെ ആണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചു വേണമെന്നും മത്സരത്തിൽ പങ്കെടുക്കുന്ന പലരും ചിന്തിച്ചു. അങ്ങനെയും മത്സരാർത്ഥികൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം അവർ ഒരുമിച്ചാണ് ആ കോർഡിനേറ്റുകളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നത്. അങ്ങനെ പലരും തങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള കോർഡിനേറ്റുകളിൽ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് സിക്കാഡയുടെ ചിത്രമുള്ള ഒരു QR കോഡ് ആയിരുന്നു. ആ QR കോഡ് എല്ലാം സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചത് കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത നിറത്തിലുള്ള സിക്കാഡയുടെ ചിത്രമായിരുന്നു. അതിൽ എവരിവെയർ 3301 എന്നും വെളുത്ത അക്ഷരത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുൻപത്തെ പോലെ തന്നെ ആ ചിത്രങ്ങൾ അവർ ഔട്ട്ഗേസിൽ ഓപ്പൺ ചെയ്തപ്പോൾ വിചാരിച്ച പോലെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അതിലുണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും ഒരേപോലത്തെ ടെക്സ്റ്റ് അല്ല ലഭിച്ചതെന്ന് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതിലെ ഒന്നാമത്തതിൽ പറയുന്നത് മുൻപ് നിങ്ങൾ നിർത്തിവെച്ച ബുക്കിന്റെ ബാക്കി വരികളിൽ നിന്നും തുടങ്ങി എന്റെ ആദ്യ പേര് കണ്ടെത്തുക എന്നായിരുന്നു. ഇതിനുശേഷം മുൻപത്തെ പോലെ ഒരു ബുക്ക് സൈഫറും കൊടുത്തിരുന്നു. എന്നാൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി ആ ടെക്സ്റ്റിന്റെ അവസാനം ഒരു വാർണിംഗും അവർക്ക് കാണാൻ സാധിച്ചു. നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ചു. നമുക്ക് വേണ്ടത് ഇങ്ങനെ പിന്തുടരുന്നവരെയല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം എത്തുന്നവർക്ക് മാത്രമേ പ്രൈസ് ലഭിക്കുകയുള്ളൂ എന്നായിരുന്നു അത്. സമാനമായ വാർണിംഗോട് കൂടിയും ബുക്ക് സൈഫറും ഉൾക്കൊള്ളിച്ച രണ്ടാമത്തെ ചിത്രത്തിൽ നിന്ന് ലഭിച്ച ടെക്സ്റ്റിൽ പറയുന്നത് ഒരിക്കൽ മാത്രം വായിക്കാൻ കഴിയുന്ന ഒരു രാജാവിന്റെ പേരിലുള്ള മരണത്തെ കണ്ടെത്തുന്ന കവിത എന്നായിരുന്നു. ഈ 2 ടെസ്റ്റുകളും കണ്ടെത്തിയതിനു ശേഷം മത്സരാർത്ഥികൾക്ക് മനസ്സിലായത് അവർ തങ്ങളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. തങ്ങളുടെ ഓരോ നീക്കവും അവർ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നു. തങ്ങൾ രഹസ്യമായി ചർച്ച ചെയ്ത പലതും അവർ മനസ്സിലാക്കി കാണുമെന്നും അവർക്ക് ഉറപ്പായി. അങ്ങനെ ഇനി തിരിഞ്ഞു പോക്കില്ല എന്ന് ഉറപ്പിച്ച പലരും ആ ടെക്സ്റ്റുകളുടെ അർത്ഥം അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ബുക്കിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2 തരത്തിലുള്ള ബുക്കുകളെ പറ്റി പരസ്പരം ഷെയർ ചെയ്യാതിരിക്കാൻ സിക്കാഡ പരമാവധി ശ്രമിച്ചു എന്നതാണ്. അങ്ങനെ ബുക്കുകളെ തേടി നടന്ന അവർക്ക് ആദ്യം കണ്ടെത്താനായത് രണ്ടാമത് സൂചിപ്പിച്ച കവിതയിലടങ്ങിയ ബുക്കായിരുന്നു. അഗ്രിപ്പ എ ബുക്ക് ഓഫ് ദ ഡെത്ത് എന്നായിരുന്നു ആ ബുക്കിന്റെ പേര്. ഈ മത്സരത്തെ പോലെ തന്നെ ഈ ബുക്കിലും മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു.
അഗ്രിപ്പ എന്ന പുസ്തകം ഒരു പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് വായിക്കാൻ കഴിയുകയുള്ളൂ എന്നതായിരുന്നു അത്. എന്നാൽ ഇതിലെ രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൂടെയുള്ള ഫ്ലോപ്പി ഡിസ്കിൽ അടങ്ങിയിരിക്കുന്ന കവിതയുടെ ഡീകോഡിംഗ് കീ മാത്രമാണ് എന്നതാണ്. അതേസമയം ആ ഫ്ലോപ്പി ഡിസ്കിലുള്ള കവിതയും ഒറ്റ പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് കേൾക്കാൻ കഴിയൂ എന്നതും അതിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഇങ്ങനെ ഈ കവിത കിട്ടിയവർക്ക് 2 പ്രാവശ്യം അത് ഡീകോഡ് ചെയ്താൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ക്ലൂ അല്ലെങ്കിൽ ലിങ്ക് ലഭിക്കുകയുള്ളായിരുന്നു. മുൻപ് ലഭിച്ച ബുക്ക് സൈഫറിൽ പറഞ്ഞ പോലെ അത് ഡീകോഡ് ചെയ്തപ്പോൾ അവർക്ക് മുൻപത്തെ പോലെ ഒരു ലിങ്ക് ലഭിച്ചു. പക്ഷേ ഇപ്രാവശ്യം ലഭിച്ച ലിങ്കിന്റെ അല്ലെങ്കിൽ URLന്റെ ഡൊമൈൻ എക്സ്റ്റൻഷൻ .comന് പകരം .onion എന്നായിരുന്നു. ഇതിനർത്ഥം ഈ ലിങ്ക് ഓപ്പൺ ആവുന്നത് ഡാർക്ക് വെബിലാണെന്നാണ്. ഇതിനായി സർഫസ് വെബിൽ ഉപയോഗിക്കുന്ന ബ്രൗസറുകളിലൂടെ ഈ ലിങ്കിൽ എത്തപ്പെടാനാകില്ല. പകരം ഡാർക്ക് വെബിലും മറ്റും കയറാൻ ഉപയോഗിക്കുന്ന അനോണിമിറ്റി കാത്തുസൂക്ഷിക്കുന്ന ഓണിയർ റൂട്ടർ അല്ലെങ്കിൽ ടോർ ബ്രൗസർ പോലുള്ള ഉപയോഗിക്കണം. അങ്ങനെ അവർ ഈ ലിങ്ക് ടോറിൽ ഓപ്പൺ ആക്കിയപ്പോൾ കാണാൻ സാധിച്ചത് കൺഗ്രാറ്റുലേഷൻസ് എന്ന് തുടങ്ങുന്ന ഒരു സന്ദേശമായിരുന്നു. നിങ്ങൾ മറ്റെവിടെയും ഉപയോഗിക്കാത്ത ഒരു പുതിയ ഇമെയിൽ അഡ്രസ് ക്രിയേറ്റ് ചെയ്ത് താഴെ നൽകുക. നൽകുന്ന മുറയ്ക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നതാണ്. അങ്ങനെ ലഭിച്ച ശേഷം വീണ്ടും ഈ സൈറ്റിൽ വന്ന് നൽകിയിരിക്കുന്ന മാതൃകയിൽ തിരയുക. ഇങ്ങനെയായിരുന്നു അതിൽ നൽകിയിരുന്ന സന്ദേശം. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾക്ക് ലഭിച്ച ടെസ്റ്റിൽ സൂചിപ്പിക്കുന്ന ബുക്ക് ഏതാണെന്ന് കണ്ടെത്താൻ അവർക്കായില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും എന്തെങ്കിലും അപ്ഡേറ്റ് വന്നോ എന്ന് അവർ റെഡിറ്റിൽ പരിശോധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ മുൻപത്തെ ക്ലൂയിൽ പറഞ്ഞതുപോലെ തന്നെ മാബിനോജിയൻ എന്ന പുസ്തകത്തിന്റെ ബാക്കിയുള്ള ലൈനുകൾ കൂടി സബ് റെഡിറ്റിൽ 6-7 മണിക്കൂറുകൾ ഇടപെട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പേജ് പൂർണ്ണമായും അപ്ഡേറ്റ് ആയപ്പോൾ അവസാനത്തെ 11 ലൈനുകൾ ഡീകോഡ് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇതിൽ നിന്നും അവർ സൂചിപ്പിക്കുന്ന ബുക്ക് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 11th എഡിഷൻ ഇൻ വോളിയം 6 സ്ലൈസ് 3 ചിറ്റാറൽ ടു ചിൻചിനാറ്റി എന്നാണെന്ന് കണ്ടെത്തി. ഇതിൽ നിന്നും ഈ സംഘടനയുടെ ആദ്യ പേര് സിക്കാഡയാണെന്നും അവർക്ക് കണ്ടെത്താനായി. ഇപ്പോഴായിരുന്നു ഈ സംഘടന തങ്ങളെ ആദ്യമായി സിക്കാഡ എന്ന് സ്വയം പരിചയപ്പെടുത്തിയതെന്നും ഓർക്കേണ്ടതാണ്. ശേഷം മെസ്സേജിൽ നൽകിയിരിക്കുന്ന ബുക്ക് സൈഫർ വെച്ച് ആ പുസ്തകം ഡീകോഡ് ചെയ്തപ്പോൾ മുൻപ് ലഭിച്ചതിന് സമാനമായ .onion എന്ന ഡൊമൈനുള്ള മറ്റൊരു ലിങ്ക് ആയിരുന്നു ലഭിച്ചത്. ആ ലിങ്കിൽ കയറിയപ്പോൾ അതിലും പുതിയ ഒരു മെയിൽ അഡ്രസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. അതായത് 2 തരം QR കോഡും 2 തരം ബുക്കുകളും 2 ബുക്ക് സൈഫറുകളും ഉണ്ടായിരുന്നിട്ട് കൂടി അവർ എത്തപ്പെട്ടത് സമാനമായ ഒരു അറിയിപ്പിലായിരുന്നു എന്നതാണ്. അങ്ങനെ ആ മെസ്സേജ് ലഭിച്ച 2 കൂട്ടരും പുതിയതായി ക്രിയേറ്റ് ചെയ്ത മെയിൽ ID ആ സൈറ്റിൽ നൽകി വെയിറ്റ് ചെയ്തു. പിന്നീട് സിക്കാഡ പറഞ്ഞതുപോലെ തന്നെ ഇപ്രകാരം മെയിൽ ID നൽകിയവർക്ക് ഒരു നമ്പരും അയച്ചു കൊടുത്തു. മുൻപ് സൂചിപ്പിച്ച രീതിയിൽ ആ നമ്പർ ലിങ്കിൽ ആഡ് ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചത് പുതിയൊരു മെസ്സേജ് ആയിരുന്നു. ദിസ് മെസ്സേജ് വിൽ ഓൺലി ബി ഡിസ്പ്ലേഡ് വൺസ് എന്ന് തുടങ്ങുന്ന മെസ്സേജിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ മെസ്സേജ് ഒരു പ്രാവശ്യം മാത്രമേ കാണിക്കുകയുള്ളൂ. RSA എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണിത്. ലോ ബിറ്റ് മൊഡ്യൂളുകൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച പബ്ലിക് കീയും ഇതിലുണ്ട്. എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് ഒരു നമ്പറാണ്. അത് ഡീക്രിപ്റ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് ഈ സൈറ്റിൽ വന്ന് അതേ മെസ്സേജ് അയച്ചു തരിക. ഇത്രയും വരെ കടന്നെത്തിയ എല്ലാവർക്കും യൂണീക്കായ മെസ്സേജ് ആയിരിക്കും ലഭിക്കുക. ഇത് നിങ്ങൾ മറ്റാർക്കെങ്കിലും നൽകിയാൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് ലഭിക്കാതെ വരും. ഈ RSA മെസ്സേജും അതിന്റെ കീ ലഭിക്കുവാനും രണ്ടാമതായി ഒരു ചാൻസ് കൂടിയുണ്ട്. numbers.tk അതിനായുള്ള ഒരു ഹിന്റാണ്. ഒരുപാട് ഫേക്ക് മെസ്സേജ് ഉള്ളതുകൊണ്ട് തന്നെ സാധുവായവ ഈ പബ്ലിക് കീ കൊണ്ട് സൈൻ ചെയ്തവ മാത്രമാണ്. ഈ ഒരു മെസ്സേജോട് കൂടി മത്സരാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ പുറത്തെത്തിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താവുന്ന സംവിധാനവും സിക്കാഡ അതിൽ ആഡ് ചെയ്തിരുന്നു. ഇതായിരുന്നു ആ രണ്ടാമത്തെ ചാൻസ് കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. മുൻപ് 2 വ്യത്യസ്ത തരം QR കോഡുകൾ സ്കാൻ ചെയ്ത വ്യത്യസ്തമായ പാതയിലൂടെ ഡാർക്ക് വെബിലെത്തി ID നൽകാൻ പറഞ്ഞ ആ മെസ്സേജ് സത്യത്തിൽ അവർക്ക് 2 കൂട്ടർക്കും മാത്രമല്ല ലഭിച്ചത് എന്നതാണ് സത്യം. അവസാനമായി മത്സരാർത്ഥികൾക്ക് ലഭിച്ച മെസ്സേജിൽ പറഞ്ഞിരുന്ന രണ്ടാമത്തെ ചാൻസ് വഴി വന്ന ആളുകൾക്കും ഈ മെസ്സേജ് ലഭിച്ചിരുന്നു. എന്നാൽ ഈ മെസ്സേജ് ലഭിച്ചത് വ്യത്യസ്ത സമയങ്ങളിലാണെങ്കിലും അതിനായുള്ള മത്സരം അല്ലെങ്കിൽ തിരച്ചിൽ അവർക്കൊപ്പം സ്വതന്ത്രമായി തന്നെ നടന്നിരുന്ന ഒന്നായിരുന്നു. അവസാനത്തെ മെസ്സേജിൽ പറഞ്ഞ RSA എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള നമ്പറുകൾ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിനിടയിൽ അവർ ആദ്യം എത്തപ്പെട്ട പല സ്ഥലങ്ങളിലുമുള്ള കോർഡിനേറ്റുകൾ അടങ്ങിയ സൈറ്റ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്രാവശ്യം സിക്കാഡ ലക്ഷ്യമിട്ടത് ഡാർക്ക് വെബിൽ തങ്ങളുടെ ഇമെയിൽ അഡ്രസ്സുകൾ അപ്ലോഡ് ചെയ്യാത്ത ആളുകളെയായിരുന്നു. ഇതിന് 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, അവർ ഒരു ദിവസം മാത്രമേ ഇമെയിൽ അഡ്രസ് അപ്ലോഡ് ചെയ്യാനുള്ള സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിരുന്നുള്ളൂ എന്നതാണ്. രണ്ടാമത്തത്, ഒരാൾക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനുമായിരുന്നു. അതേസമയം ഈ സൈറ്റ് അപ്ഡേറ്റ് ആയെന്ന് പറയുമ്പോഴും ആ സൈറ്റിൽ ഒന്നുമില്ലായിരുന്നു എന്നതാണ് കൗതുകകരമായ ഒരു കാര്യം. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് മാത്രമാണ് ആ സമയം അവിടെ ഉണ്ടായിരുന്നത്. മുൻപത്തെ പോലെ ഏതെങ്കിലും ഒരു രഹസ്യ സന്ദേശം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് അവർ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഡൗൺലോഡ് ചെയ്യുവാനോ ഔട്ട്ഗേസിൽ ഓപ്പൺ ചെയ്യുവാനോ ആയി ഒരു ചിത്രവും ഇല്ലായിരുന്നു എന്നത് അവരെ ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ അവിടെയും വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ച ചിലർ ആ പേജിന്റെ സോഴ്സ് കോഡ് പരിശോധിച്ചു നോക്കി.
അങ്ങനെ നോക്കിയിട്ട് പോലും ആ കോഡിനുള്ളിലെ ബോഡിയുടെ ഭാഗത്ത് ബ്ലാങ്ക് സ്പേസ് മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഈ ബ്ലാങ്ക് സ്പേസിന്റെ വലുപ്പം നോർമൽ അല്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോഡ് വിം പോലുള്ള പവർഫുൾ ആയ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്ത് ആ ഹിഡൻ ക്യാരക്ടറുകളെ കണ്ടെത്താൻ അവർ ശ്രമിക്കുകയാണ്. അവർ വിചാരിച്ചതുപോലെ തന്നെ ആ സ്പേസ് ബ്ലാങ്ക് അല്ലായിരുന്നു. എൻകോഡ് ചെയ്യപ്പെട്ട കുറച്ച് ടാബ് സ്പേസ് കോമ്പിനേഷനുകളായിരുന്നു അതിൽ നിന്നും അവർക്ക് ലഭിച്ചത്. അങ്ങനെ ആ ക്യാരക്ടറുകൾ അവർ ഡീകോഡ് ചെയ്തെടുത്തപ്പോൾ 0 ഉം 1 അടങ്ങിയ ബൈനറി കോഡായി അതിനെ മാറ്റിയെടുക്കാനായി. ശേഷം ഈ ബൈനറി കോഡുകളെ അവർ ആസ്കി ഫോർമാറ്റിലോട്ട് മാറ്റിയപ്പോൾ അവർക്ക് മുൻപ് ലഭിച്ചതിന് സമാനമായ ഒരു മെസ്സേജ് ലഭിക്കുകയാണ്. ഇതിൽ 12 അക്കങ്ങളുള്ള 10 നമ്പറുകളായിരുന്നു നൽകിയിരുന്നത്. ഈ 10 നമ്പറുകളും യഥാർത്ഥത്തിൽ മുൻപ് പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ച QR കോഡുകളിൽ ഒളിഞ്ഞിരുന്ന ചിത്രങ്ങളുടെ ലിങ്കുകളിലേക്കുള്ള ഒരു ഭാഗമായിരുന്നു. ഇതവർക്ക് മനസ്സിലായത് പരസ്പരം വിവരങ്ങൾ കൈമാറിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ QR കോഡുകളിൽ 2 വ്യത്യസ്ത ചിത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഇതനുസരിച്ച് ഈ 10 QR കോഡുകളെയും 2ആയി അവർ തരംതിരിച്ചു. അഗ്രിപ്പ എന്ന ബുക്കിനെ സൂചിപ്പിക്കുന്ന 4 നമ്പറുകളും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയെ സൂചിപ്പിക്കുന്ന 6 നമ്പറുകളുമുള്ള 2 ഗ്രൂപ്പുകളായാണ് അവർ അതിനെ മാറ്റിയത്. ഇതിനുശേഷം എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ അതേസമയം കോർഡിനേറ്റുകൾ അപ്ഡേറ്റ് ചെയ്തിരുന്ന സൈറ്റുമായി ലഭിച്ച നമ്പറുകൾ ചേർത്താൽ ആ ലൊക്കേഷനിലുള്ള QR കോഡ് ലഭിക്കുമെന്ന് അവർ കണ്ടെത്തി. എന്നാൽ അപ്പോഴേക്കും സിക്കാഡ ആ ചിത്രങ്ങളിൽ ഒളിച്ചു വെച്ചിരുന്ന മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പോലെ ആ ചിത്രത്തിലെ മെസ്സേജുകളിൽ നിന്നും ബുക്കുകളെ പറ്റിയോ അല്ലെങ്കിൽ ഡാർക്ക് വെബിലേക്കുള്ള ലിങ്കുകളെ പറ്റിയോ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മത്സരാർത്ഥികൾ പലരും ഒരുമിച്ച് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഐഡിയകളിലൂടെ ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് അവർ ചിന്തിച്ചു. ലഭിച്ച 10 നമ്പറുകളും പലതരത്തിലുള്ള കോമ്പിനേഷനുകളിലും ഡീകോഡിംഗ് മെത്തേഡുകളിലൂടെയും അടുത്ത ഘട്ടത്തിലേക്കുള്ള ലിങ്കാക്കി മാറ്റാൻ അവർ ശ്രമിച്ചു. അങ്ങനെ ഒരു അവസരത്തിൽ ഈ നമ്പറുകളിൽ നിന്നും ഏറ്റവും വലിയ നമ്പറുകൾ ആഡ് ചെയ്ത് സിക്കാഡയുടെ അവസാനത്തെ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന പോലെ .tk എന്ന ഡൊമൈനും ചെയ്ത് സെർച്ച് ചെയ്തു നോക്കി. ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഇതായിരുന്നു അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു വഴി. ഇങ്ങനെ അവർ എത്തപ്പെട്ട ലിങ്കിൽ ഗോ ടു മൈ ലാർജസ്റ്റ് പാർട്ട് എന്ന ഒരു റെക്കോർഡഡ് മെസ്സേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്നും മറ്റുള്ള മത്സരാർത്ഥികളുമായുള്ള കൊളാബറേഷനിലൂടെ ഇവർ ആഡ് ചെയ്ത് കണ്ടെത്തിയ സംഖ്യയിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രൈം നമ്പർ കണ്ടെത്തുവാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് മത്സരാർത്ഥികൾ ഊഹിച്ചു. ഇതിനായി ആ നമ്പറിനെ ഫാക്ടറൈസ് ചെയ്ത് ഒരു പ്രൈം നമ്പറിനെയും അവർ കണ്ടെത്തുകയാണ്. ആ നമ്പറിൽ മുൻപത്തെ പോലെ തന്നെ .tk ചേർത്ത് സെർച്ച് ചെയ്തപ്പോൾ അവർ വിചാരിച്ചതുപോലെ തന്നെ ഒരു ചിത്രമാണ് അവർക്ക് ലഭിച്ചത്. സ്വാഭാവികമായും ആ ചിത്രത്തെ ഔട്ട്ഗസിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജും ലഭിച്ചു. ആ മെസ്സേജിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മിസ് റൗണ്ട് 1 കെയർ ഫോർ എ സെക്കൻഡ് ചാൻസ്. ഇതിനുശേഷം ഒരു ലിങ്കും ഒരു ബുക്ക് സൈഫറുമായിരുന്നു കൊടുത്തിരുന്ന ലിങ്കിലൂടെ അവർ എത്തപ്പെട്ടത് രണ്ടാമതൊരു ചിത്രത്തിലേക്കായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ചിത്രത്തിന്റെ ഫോർമാറ്റ് JPEG-ന് പകരം PNG ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഔട്ട്ഗസിൽ ഇത് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ബുക്ക് സൈഫർ കൊടുത്തത് കൊണ്ട് തന്നെ ഇതൊരു ബുക്കിലേക്കുള്ള പാതയാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അടുത്തതായി ഇവർ തിരഞ്ഞത് ഈ ചിത്രമടങ്ങിയ പുസ്തകത്തെയായിരുന്നു. കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും വില്യം ബ്ലേക്കിന്റെ ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ എന്ന പുസ്തകത്തിലെ ദ വോയിസ് ഓഫ് ദ ഡെവൽ എന്ന ഭാഗത്തുള്ള ചിത്രമാണ് ഇതെന്ന് അവർക്ക് കണ്ടെത്താനായി. കൈകൊണ്ട് എഴുതിയ വെറും 9 കോപ്പികൾ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള പുസ്തകങ്ങളെ പോലെ വളരെ എളുപ്പത്തിൽ ഈ പുസ്തകം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഭാഗ്യവശാൽ അന്ന് ഈ പേജിന്റെ ചിത്രം ഉണ്ടായിരുന്ന ഒരേ ഒരു വെബ്സൈറ്റ് മാത്രമേ ഗൂഗിളിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് മുൻപ് നൽകിയിരുന്ന ബുക്ക് സൈഫർ അവർ ഡീകോഡ് ചെയ്തപ്പോൾ ഡാർക്ക് വെബിലേക്കുള്ള ഒരു ലിങ്ക് ലഭിച്ചു. ഇതിൽ കയറിയപ്പോൾ മുൻപത്തെ പോലെ തന്നെ ഇമെയിൽ അഡ്രസ് ക്രിയേറ്റ് ചെയ്ത് നൽകാനുള്ള ഒരു മെസ്സേജ് അതിലുണ്ടായിരുന്നു. ഇതിനുശേഷം മുൻപ് അയച്ചതുപോലത്തെ RSA എൻക്രിപ്ഷനെ പറ്റിയുള്ള അതേ മെസ്സേജ് ഇവർക്ക് ലഭിക്കുകയാണ്. ഇവിടെ മുതലാണ് പുതുതായി വന്ന മത്സരാർത്ഥികളും ആദ്യമുണ്ടായിരുന്ന മത്സരാർത്ഥികളും ഒരേപോലെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവർക്ക് ലഭിച്ച RSA എൻക്രിപ്റ്റഡ് മെസ്സേജിനെ ഡീകോഡ് ചെയ്തപ്പോൾ പേൾ പസിൽ 1 സെക്കൻഡ് ചാൻസ് എന്നൊരു മെസ്സേജാണ് ലഭിച്ചത്. സിക്കാഡ പറഞ്ഞ പോലെ ഈ മെസ്സേജിനെ സൈറ്റിൽ എൻട്രി ചെയ്തപ്പോൾ എന്തോ കാരണം കൊണ്ട് ഒരു ദിവസത്തോളം ആ സൈറ്റിൽ ഇന്റേണൽ സർവർ എറർ എന്നൊരു മെസ്സേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ പ്രശ്നം മാറിയതിനു ശേഷം ഇത് വീണ്ടും എൻട്രി ചെയ്യുകയും സിക്കാഡയുടെ ഭാഗത്ത് നിന്ന് കറക്റ്റ് വി വിൽ ഇമെയിൽ യു എന്നൊരു മെസ്സേജ് ലഭിക്കുകയും ചെയ്തു. അവർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് മത്സരാർത്ഥികൾക്ക് ഡാർക്ക് വെബിലെ ലിങ്ക് അടങ്ങിയ ഒരു ഇമെയിലും വന്നു. മുൻപത്തെ പോലെ ലിങ്കിൽ നിന്നും അവർക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് ലഭിച്ചത്. അതിൽ ഇത് നിങ്ങളുടെ സ്വന്തം പാതയാണ്, മറ്റൊരാൾക്കും ഇതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനുശേഷം ഒരു കവിതയും അതിൽ കൊടുത്തിരുന്നു. ഇതേ അവസരത്തിൽ തന്നെ മറ്റു ചില മത്സരാർത്ഥികൾക്ക് നിങ്ങൾ വിവരങ്ങൾ പുറത്തുവിട്ടു, നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ പുറത്താക്കുന്നു എന്ന തരത്തിലെ ഒരു മെസ്സേജാണ് ലഭിച്ചത്. മുൻപ് രണ്ടാമതൊരു അവസരമുണ്ട് എന്ന മെസ്സേജ് ലീക്കാക്കിയവർക്കും അവസാനത്തെ മെസ്സേജ് പുറത്തുവിട്ടവർക്കും ഒരു ശിക്ഷയായി അല്ലെങ്കിൽ മറുപടിയായി ആയിരുന്നു ഈ മെസ്സേജ് വന്നത്. പുറത്തുപോയവർ അല്ലാതെ മറ്റുള്ള മത്സരാർത്ഥികൾ പഴയതുപോലെ തന്നെ അവർക്ക് ലഭിച്ച മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. ഇപ്രാവശ്യം അവർക്ക് ലഭിച്ച കവിതയിൽ യാതൊരു അർത്ഥവും ഇല്ലായിരുന്നു എന്നതാണ് സത്യം.
കാരണം ആ മെസ്സേജിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ മെസ്സേജ് അതിലെ തന്നെ PGP മെസ്സേജിനെ ബൈനറി ഫോർമാറ്റ് മാറ്റുമ്പോൾ ലഭിക്കുന്നതായിരുന്നു. cicada.mid എന്ന് പേരിട്ടിരുന്ന ആ ഫയലിനെ വീണ്ടും ഡീകോഡ് ചെയ്തപ്പോൾ സിക്കാഡ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു മ്യൂസിക്കാണ് ലഭിച്ചത്. എന്നാൽ അത് വെറും ഒരു മ്യൂസിക് അല്ലായിരുന്നു, അത് മിഡി ഫയൽ ആയിരുന്നു. അതായത് അതിൽ രണ്ടു തരം മ്യൂസിക്കൽ ഒരേ സമയം പ്ലേ ആവുന്നു എന്ന് നമുക്ക് സിമ്പിളായി പറയാം. അതിലൊന്നാമത്തത് രണ്ടാമത്തെ ചാൻസിൽ PNG ആയി ലഭിച്ച ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ എന്ന പേജിലെ ഒരു വിവരണമായിരുന്നു. രണ്ടാമത്തത് അവസാനത്തെ ക്ലൂ ആയി ഉണ്ടായിരുന്ന കവിതയുമായിരുന്നു. എന്നാൽ ഈ രണ്ട് മ്യൂസിക്കുകളും ഒരേ സമയമല്ലായിരുന്നു പ്ലേ ആയിക്കൊണ്ടിരുന്നത്. മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസം ആ രണ്ട് സോങ്ങുകൾക്കിടയിലും ഉണ്ടായിരുന്നു. ഇത് വെച്ച് ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനായി. അത് ഡീകോഡ് ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചത് വെരി ഗുഡ്, യു ഹാവ് പ്രൂവൺ ടു ബി ദ മോസ്റ്റ് ഡെഡിക്കേറ്റ് ടു കം ദിസ് പാർട്ട് ടു അറ്റൈൻ എൻലൈറ്റ്മെന്റ് എന്ന് തുടങ്ങുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. അതിനൊപ്പം കുറച്ച് വാക്കുകളും എൻക്രിപ്റ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുവാനും അവർ നിർദ്ദേശിച്ചു. ഇതിനുശേഷം ആ വാക്കുകളെല്ലാം എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചവർക്ക് സിക്കാഡയിൽ നിന്ന് വേറൊരു ഇമെയിലും വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിങ്ങൾക്കുള്ള എല്ലാ പസിലുകളും അവസാനിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അതിനൊപ്പം തന്നെ ടോർ ബ്രൗസറിൽ അവർ നൽകിയ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് കയറുവാനും ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനുശേഷം എന്ത് നടന്നു എന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആദ്യ പോസ്റ്റ് വന്നതിന് ശേഷമുള്ള ഒരു മാസ കാലയളവിനിടയിലാണ്. ഇതിനുശേഷം റെഡിറ്റ് സിക്കാഡയുടെ മറ്റൊരു മെസ്സേജ് കൂടി പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് ആവശ്യമുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഒരു മാസ കാലയളവോളം നീണ്ടുനിന്ന ഈ യാത്ര ഇപ്പോഴത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഡെഡിക്കേഷനും എഫേർട്ടിനും നന്ദി. നിങ്ങൾക്ക് ഈ പസിലുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ അല്ലെങ്കിൽ ഇമെയിൽ ലഭിച്ചില്ലെങ്കിലോ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വന്നു ചേരും. എല്ലാവർക്കും നന്ദി. 3301. ഇതായിരുന്നു അവരുടെ ഏറ്റവും അവസാനത്തെ മെസ്സേജ്. ഇതിനുശേഷം എന്തൊക്കെ നടന്നുവെന്ന് ഇന്നും ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല.